ഹലോ ഡിയേഴ്സ്, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫജാൻസ് റൂൾ എന്ന് പറയുന്ന റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. ഫജാൻസ് റൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റൂളാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഫജാൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു അയണിക് ബോണ്ടിൽ ഒരു കൊവാലൻ നേച്ചർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു അയണിക് ബോണ്ട് ആണെങ്കിലും അയണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അല്ലേ. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് വേറൊരാൾ അതിനെ സ്വീകരിച്ച് കിട്ടുന്ന ആ ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു അയണിക് ബോണ്ട് എന്ന് പറയാം. ഒരു അയണിക് ബോണ്ട് ആണെങ്കിലും അതിലൊരു കൊവാലൻ നേച്ചർ ഉണ്ട് എന്നുള്ളതാണ് ഫജാൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കണം, എങ്ങനത്തെ ആളുകളിലാണ് അങ്ങനെ കൊവാലൻ നേച്ചർ കയറി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫജാൻസ് റൂൾ പറയുന്നത് ഒരു ചെറിയ കാറ്റിയോണും ഒരു വലിയൊരു ആനിയോണും ആയിരിക്കുന്ന കേസിലും ഒരു അയണിക് ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ചെറിയൊരു കാറ്റിയോൺ ആണ്, ഈ കാറ്റിയോൺ വലിയൊരു ആനിയോണും ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു അയണിക് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കൊവാലൻ നേച്ചറും കൂടെ ഉണ്ട്, ഒരു കൊവാലൻ സ്വഭാവം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കണം, ഒരു ചെറിയ കാറ്റിയോൺ എന്ന് പറയുമ്പോൾ ഈ ചെറിയ കാറ്റിയോണിൻ്റെ ന്യൂക്ലിയസ് ഈ ആനിയോണിൻ്റെ നെഗറ്റീവ് ക്ലൗഡിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ന്യൂക്ലിയസ് ഈ ആനിയോണിൻ്റെ ക്ലൗഡിനെ അയാളുടെ അടുത്തോട്ട് എന്ത് ചെയ്യുന്നു, പിടിച്ച് വലിക്കുന്നുണ്ട്. അതിന് പറയും പോളറൈസേഷൻ എന്ന് പറയും. കാറ്റിയോണിൻ്റെ പോളറൈസേഷൻ പവർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ആനിയോണിന് അതിൻ്റെ അടുത്തേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ആനിയോണിൻ്റെ ഷേപ്പിന് തന്നെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇയാൾക്ക് എന്തുണ്ട്, പോളറൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പോളറൈസിങ് എബിലിറ്റി ഉണ്ട് ഈ ആനിയോണിന് എന്ന് പറയാം. എങ്ങനെയായിരിക്കണം, കാറ്റിയോണിൻ്റെ സൈസ് ചെറുതായിരിക്കണം, ആനിയോണിൻ്റെ സൈസ് വലുതായിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കാം, ഈ ഒരു കാറ്റിയോൺ ഈ ആനിയോണിനെ പിടിച്ച് വലിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ആനിയോൺ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത പോലെ അയാളുടെ അടുത്ത് വന്നിട്ട് ഒരു ഇങ്ങനെ ഷെയർ ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നില്ലേ, അതിനെ നമ്മൾ കൊവാലൻ നേച്ചർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാം ഒരു അയണിക് ബോണ്ടിനും കൊവാലൻ നേച്ചർ കാണിക്കാം. അപ്പോൾ ഒരു കൊവാലൻ നേച്ചർ, ഒരു അയണിക് ബോണ്ടിൻ്റെ കൊവാലൻ നേച്ചർ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ കൊവാലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആനിയോണിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു, കാറ്റിയോണിൻ്റെ സൈസ് വളരെ കുറവായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോഴാണ് പോളറൈസേഷൻ ഉണ്ടാവുക, അങ്ങനെയാണ് പോളറൈസിങ് എബിലിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും ചാർജ് കൂടിയാലും പോളറൈസിങ് പവറും പോളറൈസേഷനും പോളറൈസിങ് എബിലിറ്റിയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൊവാലൻ ക്യാരക്ടർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ആനിയോൺ വലുതായിരിക്കണം, സൈസ് ഓഫ് കാറ്റിയോൺ ചെറുതായിരിക്കണം, അതോടൊപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ചാർജ് എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, കൊവാലൻ ക്യാരക്ടറിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. നിങ്ങളുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കൊവാലൻ ക്യാരക്ടറിൻ്റെ ഓർഡറിൽ താഴെ തന്നിട്ടുള്ള അയണിക് കോമ്പൗണ്ട്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലിഥിയം ക്ലോറൈഡ്, LiCl, NaCl, KCl, CCN ക്ലോറൈഡ്. അപ്പോൾ നോക്കണം, ഇതിലെല്ലാം ആനിയോൺസ് സെയിം ആണ്. അപ്പോൾ ആനിയോൺസിൻ്റെ വലിപ്പം നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ ആനിയോൺസും ഇവിടെ എന്താണ്, ക്ലോറിൻ ആണ്. അതുകൊണ്ട് ആനിയോണിൻ്റെ സൈസിന് വിട്ടുകളയുക. പിന്നെ നമ്മൾ ആരെയും നോക്കേണ്ടത്, കാറ്റിയോണിൻ്റെ സൈസാണ്. ഇവിടെ നോക്കണം, Li+ എന്ന് പറയുന്ന കാറ്റിയോൺ ആണ്, ഇവിടെ Na+ എന്ന് പറയുന്ന കാറ്റിയോൺ ആണ്, ഇവിടെ K+ എന്ന് പറയുന്ന കാറ്റിയോൺ ആണ്, ഇവിടെ നോക്ക് CCm+ എന്ന് പറയുന്ന കാറ്റിയോൺ ആണ്. ഈ കാറ്റിയോൺസിൻ്റെ പ്രത്യേകത എന്താ, ഇവരെല്ലാവരും സെയിം ഗ്രൂപ്പാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിലെ കാറ്റിയോൺസ് ആയിട്ട് നമുക്ക് ഇവരൊക്കെ പരിഗണിച്ചൂടെ. അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും സൈസ് ഓഫ് ആറ്റം നമുക്കറിയാം എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം എന്ന് പറഞ്ഞ് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടാണ്. അപ്പോൾ നമുക്ക് കാറ്റിയോണിൻ്റെ വലിപ്പം അങ്ങോട്ട് പോകുന്തോറും സൈസ് കൂടാണ്. നമുക്ക് കൊവാലൻ ക്യാരക്ടർ കൂടുന്നുണ്ടെങ്കിൽ കാറ്റിയോണിൻ്റെ സൈസ് കുറവായിരിക്കണം. അപ്പോൾ നമുക്ക് പറയാം Li+ ആണ് ഏറ്റവും ചെറിയ എന്ത്, കാറ്റിയോൺ. Li+ ആണ്, അതുകൊണ്ട് പോളറൈസേഷൻ കൂടുതലായിട്ടുള്ളത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അലുമിനിയം ക്ലോറൈഡ്, NaCl, MgCl2 ഇവരുടെ കേസിൽ ആർക്കായിരിക്കും കൊവാലൻ ക്യാരക്ടർ കൂടുതൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 3 ആനിയോൺസും ക്ലോറിൻ തന്നെയാണ്. പിന്നെ നമ്മൾ ആരെയും നോക്കണ്ടേ, കാറ്റിയോണിനെ നോക്കണം. ഇവിടെ നോക്കടാ, കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ അലുമിനിയം 3+ അല്ലേ, Al3+. ഇവിടെ Na+, ഇവിടെ Mg2+. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിലെ ചാർജ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചാർജ് കൂടുതലായിരിക്കും അലുമിനിയം 3+. ചാർജ് കൂടിയാലും പോളറൈസേഷൻ കൂടും നമ്മൾ പറഞ്ഞു, അല്ലെങ്കിലും സൈസ് നോക്കിയാലും സൈസ് കുറവും അലുമിനിയം 3+. അപ്പോൾ നമുക്ക് പറയാം സൈസും കുറവാണ്, ചാർജും കൂടുതലാണ്, അതുകൊണ്ട് പോളറൈസേഷൻ കൂടുതലായിരിക്കും ഉണ്ടാവും. ഈ അലുമിനിയം എന്ന് പറയുന്ന കാറ്റിയോൺ ആയിരിക്കും. അതുകൊണ്ട് കൊവാലൻ ക്യാരക്ടർ കൂടുതലുണ്ടാവുക AlCl3 ഗ്രേറ്റർ ദാൻ, പിന്നെ ആർക്കായിരിക്കും, MgCl2, പിന്നെ ആർക്കായിരിക്കും
NaCl ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കൊവാലന്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ, ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സൈസ് ഓഫ് കാറ്റയോൺ ചെറുതാണോ എന്ന് നോക്കണം, സൈസ് ഓഫ് ആനിയോൺ വലുതായിട്ടുള്ള കേസാണെന്ന് നോക്കണം, അതുപോലെ ചാർജ് ആർക്കാണ് കൂടുതൽ. ഈ 3 കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കൊവാലന്റ് ക്യാരക്ടർ ആർക്കാണ് കൂടുതൽ കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക്